Yo, what is up guys? I'm Salih. Welcome back to our channel Unboxing Dude. ഗൈസ് അങ്ങനെ ഞാനും ഡ്യൂഡിയും വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല പനിയാണ്, ചുമയാണ്, ജലദോഷമാണ്, എല്ലാം ഉണ്ട്. ചുമ എന്ന് പറയുമ്പോൾ കുറച്ച് ചുമച്ച് കാണിച്ചെടുക്കണം, അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. എനിവേ നമ്മൾ ഇന്ന് കുറച്ച് ടെക് സാധനങ്ങൾ അൺബോക്സ് ചെയ്യുമ്പോഴാണ്. അതുവേണ്ടി ആമസോണിൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത്, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് ന്യൂ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലത്തെ ആക്രി സാധനങ്ങളല്ല, ഇത് നമുക്ക് കുരങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. കാരണം എന്താ വെച്ചാൽ കുഞ്ഞുമോള് കോളേജിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സൗണ്ട് ഒന്നും മിസ് ചെയ്യാറുണ്ടെന്നാ പറയല്. അപ്പൊ നമ്മൾ കുരങ്ങനെ വാങ്ങി കൊടുത്ത് മിസ്സിംഗ് മാറ്റി നോക്കുമ്പോൾ കോളേജും കഴിഞ്ഞു. ആദ്യത്തെ പ്രോഡക്റ്റ് വരട്ടെ. ആദ്യത്തെ പ്രോഡക്റ്റ് കൂട്ടത്തിൽ ഏറ്റവും ചെറുത് അതൊരു മാജിക് പ്രൊഡക്റ്റ് ആണ് ഗൈസ്. ഇതിൽ ചൈനീസ് ആണുള്ളതാണ് ഞാൻ വായിക്കുക. ഡേഞ്ചർ ബി കെയർഫുൾ എന്നാണ് ഇതൊരു മാജിക് സ്റ്റിക്ക് ആണ്. നോക്കട്ടാ, മാജിക് ആണ്, തുറക്കുമ്പോ നോക്കട്ടാ. ഇത് സീനില്ല. ഞാൻ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ എന്റെ ഫോട്ടോ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ സ്വിച്ച് ഒന്ന് അമർത്തണ്ടേ? ഇല്ല, ഇത് ഇങ്ങനെ വിട്ട ഇങ്ങനെ പിടിക്കണ കറക്റ്റ് ഇങ്ങനെ ഭയങ്കര സീനാണല്ലോ. ഇത് ഇങ്ങനെ പടച്ചോനെ, മാജിക്ക് നിലംബരിച്ചു പോയോ? അല്ല, ഇത് വേറെ എന്തോ ചെയ്യാനല്ലേ? ഇത് മര്യാദക്ക് സംഭവം കൊള്ളാം. ഇത് കേടായതാ നമ്മളെ പറ്റിച്ച്. ഇപ്പൊ അടുത്തത് നമ്മുടെ സിമ്പിൾ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പേര് നിങ്ങൾക്ക് എല്ലാവർക്കും പണ്ട് മുതലേ നമ്മൾ കണ്ട 3 പിൻ, പക്ഷെ ഇത് എനിക്ക് അത്യാവശ്യമായിട്ടുള്ളതാണ്. ഇതിന്റെ 3 പിന്നിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് വെച്ചാൽ ഇതിൽ സ്വിച്ച് ഉണ്ട്. അതായത് വൈദ്യുതി ആക്രമണ നിയന്ത്രണ യന്ത്രമാണ് സ്വിച്ചിന്റെ മലയാളം വേർഷൻ ആണ്. അതാണ് സ്വിച്ചിന്റെ അപ്പൊ മലയാളം. ഇതിൽ 3 കണക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഇതിൽ ഓൺ ആക്കാൻ കഴിയും. കണ്ടില്ലേ? ഇതൊക്കെ ആമസോണിൽ അവൈലബിൾ ആട്ടോ. അപ്പൊ നമുക്ക് എല്ലാം കുത്തിട്ട് എല്ലാം ഓൺ ആക്കണ്ട, ഇതിൽ 3 കണക്ട് ചെയ്യാം. ഇപ്പൊ എന്റെ ചാർജർ, അവളെ ചാർജർ, വേറെ ലൈറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നോരോന്ന് ഇങ്ങനെ ഓണാക്കാം. അത് നല്ലൊരു മുന്നേറ്റം. അല്ലെങ്കിൽ നമ്മള് ഇതിന്റെ മുകളിൽ കുത്തി തുറന്ന് ഓട്ടാക്കി വേറെ സ്വിച്ച് ഒക്കെ വെക്കണം, അതിന്റെ ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിങ്ങനെ 3 ഓണാക്കാം. അത് നല്ല അടിപൊളി ടെക്കാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ്, ഇതിന്റെ പേര് കുഞ്ഞുമോൾ പറയുന്നതാണ്. കുറച്ച് ഇതിന്റെ പേരാണ് പോർട്ടബിൾ സീലിംഗ് മെഷീൻ. ഇപ്പൊ നമ്മളിപ്പോ ലേസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് ഹാഫ് ആക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ള എയർ കയറി പിന്നെ ഞായി പോവും. അപ്പൊ നിൽക്കാൻ വേണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്ത് നമുക്ക് ആ പാക്ക് സീൽ നല്ല കത്തി 90 ഡിഗ്രി ആണെങ്കിലും കുറച്ച് കൂടി പോയാ ഇതിങ്ങനെ അങ്ങോട്ട് നേരെ എന്താ നമ്മളിവിടെ ചെയ്യും? ഇതെങ്ങനെ ഫീൽ സാറില്ല, നിനക്ക് കാര്യം ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇതിങ്ങനെയാണല്ലോ വരിക. അപ്പൊ നമുക്കിത് സീൽ ചെയ്യാം. കുഞ്ഞു സാധനം എടുക്ക്. ഇതാണ് നമ്മളുടെ സാധനം. ഞാൻ പറയാം. ഇതൊരു ക്ലിപ്പ് പോലട്ടെ വരുന്നത് ഗൈസ്. ഇത് ചാർജബിൾ ആട്ടോ. എന്നിട്ട് ഇവിടെ ഇത് ഓൺ ആക്കുക. ഒരു ബട്ടൺ ഓൺ ആക്കാൻ തീരെ കാണാനല്ല കുഞ്ഞു, ഇതൊന്ന് പിടിച്ചാ. ഇത് 2 ആൾക്കാരെ സിമ്പിൾ ആയിട്ട് ചെയ്യേണ്ട പണിയാണ്. ഇതിങ്ങനെ വെച്ചാൽ 2 ബട്ടൺ പോലത്തെ സാധനം പുഷ് ചെയ്യുന്നുണ്ട്. നമ്മ മറന്ന് ഇതുകൊണ്ട് തന്നെ ഇത് പൊളിക്കുക. ശരിയാ ഗൈസ്, ഇതിൽ 2 ബട്ടൺ പുഷ് ചെയ്യുന്ന ടൈപ്പാ. ഈ ബട്ടൺ പുഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് അവിടെ വെച്ച് സീൽ ചെയ്യുന്ന സാധനം. അപ്പൊ ഇപ്പൊ നമ്മള് സീൽ ചെയ്യാം. നമ്മൾ അറിയാണ്ട് കത്തിയൊക്കെ എടുത്ത് വെറുതെ ഒരു കാര്യമില്ല. റെഡി 1 2 3 ഇതിങ്ങനെ പിടിക്കുക. നമ്മുടെ ഇങ്ങനെ ചാർജ് ഉണ്ടാവുന്ന വിചാരിക്കുന്നു. സീലായി കണ്ട, സീലായി. ഇനി ഇത് കട്ട് ചെയ്ത് കാണിച്ചു. കട്ട് ചെയ്യണേ ബാക്ക് എത്താട്ടാ. അതിന്റെ ഉള്ളില് ബ്ലേഡ് അപ്പൊ വരും. എന്നിട്ട് ഇങ്ങനെ എന്താ പടച്ചോനെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ടെക്ക് ചെയ്തിട്ട് മറന്നു പോയല്ലേ നമ്മൾ എങ്ങനെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? വേണ്ട, ഇത് കട്ട് ചെയ്യണ്ട. കട്ട് ചെയ്യണ്ട, നീ കട്ട് ചെയ്ത് ഒട്ടിക്കാനോ. ഇതിന് കട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കി. കട്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് കഴിയും. ബ്ലേഡ് ഉണ്ട്, പക്ഷെ ഒട്ടിക്കുക സത്യം. യെസ്, ഇതിന്റെ പേരാണ് കോൺ ഡിഫ്യൂസർ. അതുകൊണ്ട് തന്നെ
നമ്മളൊരു കോൺ ഇവിടെ മേടിച്ചിട്ടുണ്ട്. കോൺ കട്ടർ എന്ന പേര്, ഡിഫ്യൂസർ എന്നൊക്കെ പറഞ്ഞപ്പോ കോണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയായിട്ട് എടുക്കാം. അത് നിന്റെ നേരത്തെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായോണ്ട് തന്നെ നമ്മൾ അതിനാണ് നമ്മളിത് സോറി അങ്ങനല്ല ഇതാക്കണ. നമ്മൾക്ക് ഈ ഓരോന്നായിട്ട് എടുക്കാം. ഇത്രയും ഭാഗം അവിടെ മിസ്സിംഗ് ആയത് കുഞ്ഞുന്റെ വയറ്റിനുള്ളിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓക്കെ. സോ ഇതെങ്ങനെയാണ്? ഇതിങ്ങനെ ഗൈസ്, ഈ ഷാർപ്പ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഇവിടെ വെക്കുക, ഉള്ളിലോട്ട് വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അമർത്തി കൊടുത്തേ. ഞാൻ അമർത്തണോ? അപ്പം ഇങ്ങനെ അമർത്തിയാ ജസ്റ്റ് ഇങ്ങനെ ആക്ക്. കണ്ടോ? വരുന്നുണ്ടോ? അത് അടിപൊളി, സിമ്പിൾ ആയിട്ടാണ്. ഈ ചോളം മാത്രം കിട്ടുന്നു. ഇത് സെറ്റ് എടുക്കെടുക്ക്, മതി പകുതി എനിക്ക് കാണിക്കേ. ഇത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് സാധനം. പക്ഷെ നമ്മള് കഴിക്കില്ലെന്നുള്ളത്. നെക്സ്റ്റ് നമ്മളത് അയൺമാൻ അല്ല, ഹൾക്ക് അല്ല, ക്യാപ്റ്റൻ അമേരിക്ക അല്ല, ഒന്നുമല്ല, നമ്മളെ സ്വന്തമായ സ്പൈഡറിന്റെ സ്പൈഡർമാന്റെ ഒരു സംഭവമാണ് നമ്മളെ കയ്യിലുള്ളത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. കുഞ്ഞാണ് ഇത്, ചെറുതാണ് കുറച്ചോനെ, ചെറുതാണ് കുഴപ്പമില്ല, ഇവിടെ ഉണ്ടല്ലോ. ഇത് ഈ സാധനം കുഞ്ഞോളെ, ഇതിങ്ങനെ ആവുന്ന ഒരു ഇങ്ങനെ കണ്ണ് ചെറുതാവുന്ന ഒരു ഇതില്ലേ, അതായത് ഞാൻ ആദ്യം നോക്കിയിരുന്നത്. പക്ഷെ അത് ഇന്ന് ഡെലിവർ ആവില്ല, അപ്പൊ ഞാൻ ഇത് മാറ്റി. കണ്ണ് ശരിയാണോ? ശരിയാ. സീനില്ലേ കുഞ്ഞൊക്കെ എല്ലാം ചേർന്നുണ്ട് കറക്റ്റ്. പന്നിമൂക്കല്ല ഇതിങ്ങനെ അല്ല, ഈ മാസ്കിന്റെ അടയാളം കാണാണ്ടിരിക്കാൻ മുടിയുള്ള സ്പൈഡർമാൻ. യെസ് ഞാൻ ഷാൾ എന്നിട്ട് കഴിഞ്ഞാൽ അത് കാണൂല, അപ്പൊ റെഡിയാവും. ലോകത്തെ ആദ്യമായിട്ടാണ് സ്പൈഡർമാന് തട്ട വിട്ടിട്ട് കാണുന്നത്. ഇത് നമ്മളുടെ ചാനൽ മാത്രം. ഇത് സാധനമുണ്ട്, വേറെ സാധനമുണ്ട്. സ്വിച്ച് അമർത്തുമ്പോ ഇങ്ങനെ വല പോകും. അതും കൂടി ആയിക്കഴിഞ്ഞാൽ ഇവൾക്കൊരു യൂണിഫോം കൂടി സ്പൈഡർമാന് വാങ്ങി കൊടുത്ത കുട്ടിന്റെ ചെറുതായി പോയി. ഇതാ ഈ ഗ്ലൗസ് ഇട്ട് കുഞ്ഞു. കുറച്ച് മുമ്പോട്ട് എനിക്ക് ഇവിടെ എത്തണം. അതിന്റെ ഉള്ളിൽ കൂടി ഇത് അങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോകട്ടോ. അപ്പൊ നമുക്കിതാ ഇത് വേണം, ഈ സാധനമാണ്, ഇത് കെട്ടിയാണ്. ഇത് കെട്ടി കഴിഞ്ഞാൽ അത് റിവേഴ്സ് വരത്തുള്ളൂ. ഗൈസ്, അപ്പൊ ഡ്യൂട്ടി ഇതാക്കണ ആദ്യമായി വല ഇടാൻ പോവാണ്. ബേബി അങ്ങോട്ട് കുഞ്ഞു. കമോൺ സ്പൈഡർമാൻ. അങ്ങനല്ല, ഇങ്ങനെ ലൗച്ചിന് ഈ ലൗച്ചിന് ഐ ലവ് യു ആണിത്. അതന്നെ ഇതിന്റെ വേറൊരു സാധനം ഉണ്ട്, കണ്ണിങ്ങനെ ചെറുതാവുന്ന ഒരു സാധനം കേട്ടോ. ഇങ്ങനെ കണ്ണ് ചെറുതായി റെഡ് ലൈറ്റ് വരും. പക്ഷെ ആ സാധനം ഇന്ന് ഡെലിവർ ആവാത്തോളം നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ അയൺമാന്റെ മാസ്ക് ഉണ്ട്. അത് നമ്മള് ജാവിസ് ഓപ്പൺ മാസ്ക് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ക്രുക്ക് എന്ന് പറഞ്ഞിട്ട് മാസ്ക് തുറക്കൂലേ. അത് സീൻ സാധനമായിരുന്നു കേസ്. അത് വാങ്ങാൻ കഴിഞ്ഞില്ല, കാരണം 25,000 രൂപയാണ് കേസ്. അതൊരു വീഡിയോയിലേക്ക് വാങ്ങി കഴിഞ്ഞാൽ മുതലാവില്ല. നമുക്ക് എൻഗ്രേവ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഈ വുഡ്മേലോ അല്ലെങ്കിൽ സ്റ്റീൽമേലോ ഗ്ലാസ്മേലോ അങ്ങനെ എല്ലാ സംഭവത്തിലും നമുക്ക് ഇങ്ങനെ നെയിമോ ഡിസൈൻ ഒക്കെ വരയ്ക്കാനൊക്കെ അതായത് ഗ്ലാസ് ആയാലോ വുഡ് ആയാലോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഡിസൈൻ ചെയ്യാം. നമുക്ക് പേര് മാത്രമല്ല എന്തും ചെയ്യാം. ചാത്തൻ സാധനം. പിന്നെ പവർ കൊടുക്കണം, പവർ കൊടുക്കുമ്പോ ഇത് സ്പീഡ് പോവാണ്. 110 രൂപ സാധനം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല റേറ്റ് കൂടി വാങ്ങിക്കാൻ നിങ്ങൾക്ക് ചുമ്മാ ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ വാങ്ങി 3D പ്രിന്റ്. നമ്മൾ ഇങ്ങനെ വരച്ച് കളിക്കും. ആ സാധനം 300 രൂപ അത് വാങ്ങിക്കൊണ്ടിട്ടോ. ഇത് വെറും ചാത്ത സാധനം. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. വയ്യ, പക്ഷെ ഇന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ എത്തിയപ്പം
ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ആണ്. സൗണ്ട് കൊട്ട് 3 ദിവസമായി കേസ്. എന്റെ റെഡി ആയി വരുമ്പോ ഇവള് കോളേജിൽ നിന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ്. കോളേജിൽ നിന്ന് കൊണ്ടുവന്നാൽ എനിക്ക് വന്നതാണ്. എനിക്കിപ്പോ ഒന്ന് ബെറ്റർ ആയപ്പോ ഞാനത് ആൽഫിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൽഫി അത് എന്റെ പാരമ്പര്യം കൊണ്ട് നടന്നോളൂ. അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറെ ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.